സെലക്ട് ചെയ്യാവോ? കാരണം ഞാൻ ബിക്കിനി ഇടത്തില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് ബിക്കിനി തന്നെയാണ്, ബിക്കിനിയുടെ വേറൊരു വേർഷനാണ്. അപ്പൊ ഞാൻ ഇതിടാനുള്ള ഒരു ഇതില്ല. ഓർക്കണം, അദ്ദേഹത്തിന്റെ വൈഫിന്റെ കുറെ അധികം ആഭരണങ്ങൾ കൂടെ എടുത്തോണ്ടാ പോയിട്ടുള്ളത് മാഡം. അങ്ങനെ പറഞ്ഞാൽ അത്രത്തോളം നഷ്ടം ആ മനുഷ്യനിക്ക് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടാ പോയത്. ഓർക്കണം. ഡയറക്ടറിന്റെ വൈഫ് തന്നതാ. ഡയറക്ടറുടെ വൈഫ് തന്നതാണോ ഡയറക്ടറിന്റെ വൈഫിന്റെ ചൂണ്ടിയതാണോ എന്നറിയത്തില്ല. ഏതായാലും രേണുസുധിയുടെ പുതിയൊരു കോൺട്രവേഴ്സി ഭയങ്കരമായിട്ട് കത്തി ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തെ വിഷയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണുസുധിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു ആൽബം, അത് ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയില്ലെന്ന് തോന്നുന്നു. ആ ആൽബത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ആള് ഷെഫീന ബീബിയുടെ ചാനലിൽ രംഗത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ രേണുവിനെ കുറിച്ച് പറഞ്ഞു. കുറച്ചധികം അലിഗേഷൻ എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരി സെറ്റിൽ വെള്ളമടിച്ച് അലമ്പുണ്ടാക്കുന്നു, ഇട്ട വസ്ത്രങ്ങളൊന്നും ഇടാൻ പറ്റില്ലെന്ന് പറഞ്ഞു, ഒരുപാട് മറ്റേ ഓൺലൈൻ മീഡിയക്കാരെ വിളിച്ചു വരുത്തി അവരുമായിട്ടുള്ള റീൽസ് എടുപ്പ്, തന്റെ ഷൂട്ടിന്റെ ഇടയ്ക്കത്തെ രംഗങ്ങളെല്ലാം പുറത്തു വിടല്, അവർക്ക് അഭിനയിക്കാൻ അറിയില്ല, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഡയറക്ടർ ഷെഫീന ബീബിയുടെ ചാനലിലൂടെ പുറത്തു വിട്ടു. അപ്പൊ രേണുവിന്റെ സ്ഥിരം ശിങ്കിടി ചാനലുകളിലൂടെ മറ്റു കുറച്ച് കാര്യങ്ങൾ പുറത്തു വിട്ടു. അയാള് പുള്ളിക്കാരിനെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന രീതിയിൽ വരുത്തി തീർക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടാവും. കാരണം എനിക്കിതിനകത്ത് രേണുവിന്റെ സൈഡിൽ ഒരു ചെറിയ ശരിയുണ്ടോ എന്നൊരു സംശയം. അത് ഈ വീഡിയോ മൊത്തത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളും ഫുള്ളായിട്ട് വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ ഷെഫീന ബീവിയുടെ ചാനലിൽ വന്ന ഈ സിനിമയുടെ ഈ ഷോർട്ട് ഫിലിമിന്റെ ഡയറക്ടർ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ ഓരോന്നിലേക്ക് വരാം. അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും കോംപ്രമൈസിന് പറഞ്ഞിട്ടുണ്ടാകും. അതിനാണ് ഞാൻ ഈ 3-4 ദിവസം കൊടുത്തത്. അവർ ഇത്രയും വീഡിയോ എടുത്തിട്ടും 21 വീഡിയോ ഇട്ടിട്ടും അവർ ഈ വീഡിയോ എന്താ എടുക്കാഞ്ഞേ? ഞാൻ പറഞ്ഞത് എന്താ എടുക്കാഞ്ഞേ? ഞാൻ അവർക്ക് 3 ദിവസം കൊടുത്തില്ലേ? അവർ എവിഡൻസ് കൊണ്ടിട്ടേ ഞാൻ എന്താണ് അവരോട് പറഞ്ഞതെന്നുള്ളത്. ഞാൻ എന്തെങ്കിലും വൃത്തികേടോ അനാവശ്യമോ അവരോടെന്നല്ല, ഈ കാലഘട്ടത്തിൽ ആരോടെങ്കിലും പറഞ്ഞു തെളിയിച്ചാൽ പരിപാടി നിർത്തും. ഓക്കെ, പുള്ളിക്കാരൻ അപമര്യാദയായിട്ടോ മോശമായിട്ടോ പെരുമാറിയിട്ടില്ല എന്ന രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഒരു ആൽബം ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹം ഇതിനു മുമ്പും കുറച്ച് ആൽബങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രേണുവിനെ വെച്ച് തന്നെ മറ്റൊരു ആൽബം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിനെതിരെ ഇനി എന്തെങ്കിലും ആരോപണം വന്നു കഴിഞ്ഞാൽ അവര് തെളിവായിട്ട് വരട്ടെ, ഞാൻ ആരോടും മോശമായുള്ള രീതിയിൽ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ബാക്കിയൂടെ കേൾക്കാം. നിങ്ങൾ നോക്കിയോ, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള കോസ്റ്റ്യൂമില് ഇവരെ കുറെ വൾഗാരിറ്റി വീഡിയോസ് ഇട്ടിട്ട് എന്റെ പേരിലേക്ക് ഇടാം. എന്നിട്ട് അവർക്കൊന്നും കാണിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, എത്ര വേണേലും കള്ളു കുടിക്കാന്നുള്ളതും അങ്ങനത്തെ കുറെ സാധനങ്ങൾ, പിന്നെ കോസ്റ്റ്യൂമിന്റെ ഒക്കെ കോടിക്കണക്കിന് വില പറയാ, വെറുതെ കഥ പറയാണ്, ജനങ്ങളെ പറ്റിക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഷൂട്ടിന് വിളിച്ച് ഇവിടെ വന്ന് എൻ്റെ ഒരു ബൈറ്റോ ഡീറ്റെയിൽസോ ചോദിക്കുക പോലും ചെയ്യാണ്ട് എനിക്ക് റൂം വേണം, ഞങ്ങൾക്ക് ഫുഡ് വേണം, ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യണം, ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യണം, ഇതൊക്കെ പറയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ ഈ ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാൻ ആരാ സമ്മതിക്കലെന്ന്. അവർ സമ്മതിച്ചിട്ടുണ്ട് പോലും. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും സെറ്റിന്ന് ഈ പറഞ്ഞ പോലെ നായികനെയും വിളിച്ച് കാറിലിറങ്ങി പോയിട്ടുണ്ടോ? ഉണ്ടെന്ന്. അതൊക്കെ പറയട്ടെ ആരാന്ന്. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞ കുറച്ച് അലിഗേഷൻ. ഒന്ന്, രേണു മദ്യപിച്ചു എന്ന് പറയുന്നു. രേണു മദ്യം മാത്രമല്ല മറ്റെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവാം, മദ്യം തന്നെ ആണോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നു. അത് വളരെ സീരിയസ് ആയിട്ടൊരു അലിഗേഷൻ ആണ്. സെറ്റിന്റെ ഇടയ്ക്ക് പല ഓൺലൈൻ മീഡിയസിനെ വിളിച്ചിട്ട് അവരെ കൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യിച്ചു എന്ന് പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു നടിയെ അല്ലെങ്കിൽ ഒരു നടനെ, ഒരു കഥാപാത്രത്തെ അഭിനയിക്കാൻ വിളിക്കുമ്പോഴത്തേനും നോർമലി ഇവരൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യും. ആ എഗ്രിമെന്റ് അല്ലെങ്കിൽ രേണുവിനെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ പറയേണ്ട ഒരു സാധനമായിരുന്നു, മറ്റ് ഓൺലൈൻ മീഡിയസ് ഒന്നും വരാൻ പാടില്ല, നമ്മുടെ ഈ വിഷ്വൽസ് ലീക്ക് ആകാൻ പാടില്ല എന്ന് പറയേണ്ട കാര്യമായിരുന്നു. ഇതിനകത്ത് ഇവര് തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ട് ഈ ഓൺലൈൻ മീഡിയസിനെ ഒക്കെ വിളിച്ചു വരുത്തിയത്. അതിലേക്കൊക്കെ നമുക്ക് വരാം. രേണുവിനെ ബേസിക്കലി ഇദ്ദേഹം ഓൾറെഡി പറയുന്നുണ്ട്, രേണുവിനെ അഭിനയിക്കാൻ അറിയില്ല, 29 ടേക്ക് എടുത്തു എന്നൊക്കെ. രേണുവിനെ അഭിനയിക്കാൻ അറിയത്തില്ല, അതിന് യാതൊരു തർക്കമില്ല. രേണുവിനെ അഭിനയിക്കാൻ അറിയത്തില്ല. രേണുവിന് ജീവിതത്തിൽ മാത്രമേ അഭിനയിക്കാൻ അറിയത്തുള്ളൂ, വീഡിയോയുടെ മുമ്പിൽ അഭിനയിക്കാൻ അറിയത്തില്ല. അവരെ വിളിക്കുന്നത് അവരുടെ റീച്ച് കണ്ടിട്ടും അവരുടെ നെഗറ്റീവ് പബ്ലിസിറ്റി കണ്ടിട്ടും അവരെ വെച്ചൊരു ആൽബം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകും എന്ന് കരുതി തന്നെയാണ് പല ആൾക്കാരും അവരെ ഈ ആൽബം ഷൂട്ടിനും പല കിടുങ്ങാൻ പണിക്കും വിളിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് ഞാൻ അതിലേക്കൊക്കെ ഞാൻ വരാം. അതൊക്കെ ആരോ സെറ്റിന്നാണ് കൊണ്ടുപോയെന്ന് പറയട്ടെ. അവിടെ ഒരു സ്ത്രീയുടെ ഇതല്ലേ അവരിപ്പോ ചെയ്തിട്ടുള്ളൂ, വേറെ ആരോട് ചെയ്തു? ദാസന്റെ കൂടെ ഒക്കെ ചെയ്തതല്ലേ? എന്റെ കൂടെ എന്റെ മേക്കപ്പ് ചെയ്യുന്ന ആളുകൊണ്ട് അവര് സ്ത്രീയാ. ഇവരൊന്നും വേണ്ട. ആ 2 വില്ലയിലും വ്യക്തമായിട്ട് CC ക്യാമറ ഇരിക്കുന്നുണ്ട്. ഇവരോട് ഞാൻ പറയുന്നതും ഇവരെന്നോട് ഞാൻ ചോദിക്കാൻ മറുപടി ഇല്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത്? നിങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന എന്റെ ലൊക്കേഷനിൽ കയറിയിട്ട് എന്റെ നിങ്ങളും കൂടി എടുത്തിട്ടാ
ഇവർ 21-30 ഇടുന്നോടത്ത് ഞാനൊരു വീഡിയോ വെച്ചിട്ട് 5 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ആൾക്കാർക്ക് കാണാൻ പാടില്ലേ? അത് ന്യായമായിട്ടൊരു സാധനമാണ്. അപ്പൊ അതിന്റെ ഒരു ക്ലിപ്പ് കൂടെ ഉണ്ട്. അതായത് പുള്ളിക്കാരൻ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. പുള്ളിക്കാരന്റെ ആ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേനും ചുറ്റുമുള്ള ആളുകൾ ഇതാണ്ട് നിന്ന് ഓൺലൈൻ വീഡിയോസ് ഈ സെയിം സീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സെയിം സീനുകളൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോസിനകത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതുമാണ്. ഓക്കെ, ഇനി നമുക്ക് രേണുവിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇദ്ദേഹം കുറെ അലിഗേഷൻ ആണ് രേണുവിനെതിരെ ഇട്ടത്. നമുക്ക് രേണു പറയുന്നതൊക്കെ ഒന്ന് കേട്ട് നോക്കാം. മോഡൽ ഡ്രസ് ആണെന്ന് പറഞ്ഞു ഇയാള്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ചേട്ടാ മോഡൽ ഡ്രസ് ആണ്. ഞാൻ പറഞ്ഞു ശരി ചേട്ടാ മോഡൽ ഡ്രസ് ആണെന്ന് പറഞ്ഞു ഇയാള്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ചേട്ടാ മോഡൽ ഡ്രസ് ആണ്, ഞാൻ നോക്കട്ടെ, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാൻ റാസൽ ഗെയിമിൽ ദുബായിൽ പോവാ, നിങ്ങൾ എന്റെ വീട്ടിലോട്ട് അയച്ചു തന്നു, ഞാൻ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാനിത് ഇടത്തേ ഉള്ളൂ, ഇട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. ശരി രണ്ടു ഞാൻ അയച്ചു തരാം. അപ്പം റാസൽ ഗെയിമിൽ നിങ്ങൾക്ക് അറിയില്ല, എനിക്ക് അവിടെ നമുക്ക് വാട്സപ്പ് കോൾ അവൈലബിൾ അല്ല. വോയിസ് കേട്ട ഞാൻ ഈ പ്രൊമോഷന് പോകുന്നത് 2 മണിക്ക് 3 മണിക്കൊക്കെയാണ് ലേറ്റ് ആയിട്ട് ഞാൻ റൂമിൽ വരുന്നത്, പ്രൊമോഷൻ കഴിയുമ്പോഴത്തേനും 6 മണി തൊട്ടുള്ള. അപ്പൊ എനിക്ക് ഈ വോയിസ് ഒന്നും ഞാൻ കേൾക്കത്തില്ല. ചിലപ്പോൾ കേട്ടെന്ന് വരുത്തി തീർന്ന് ഞാൻ ലൈക്ക് ഇടും. ഇതാണ് കാര്യം. അത് രേണുവിന്റെ തെറ്റാണ്. അയാള് രേണുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് രേണു ഇടുന്ന വസ്ത്രം, ഇന്ന തരത്തിലുള്ള സീനുകൾ അഭിനയിക്കണം എന്ന് രേണുവിനോട് അയാൾ വോയിസ് മെസ്സേജിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാതെ തമ്പിട്ട് അതിനെ സമ്മതിപ്പിച്ചത് രേണുവിന്റെ തെറ്റാണ്. ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ രേണു കേട്ടിട്ട് എഗ്രി ചെയ്തിട്ടാണ് പിന്നീട് ഇനിയിപ്പോ മെഴുകാൻ വേണ്ടി പറയുന്നതാണോ നമുക്കറിയത്തില്ല. അത് രേണുവിന്റെ തെറ്റാണ് ഒന്ന്. രണ്ടാമത്തെ രേണുവിന്റെ തെറ്റ്, ഇങ്ങനൊരു പ്രശ്നം നടന്നിട്ട് ഇപ്പൊ രേണു പറയുന്നത് ഇയാൾ അപമര്യാദയായിട്ട് പെരുമാറുന്നത്, അതൊക്കെ നമുക്ക് മുമ്പോട്ട് കേൾപ്പിക്കാം. അങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ വിഷയം നടന്ന് ഇതിപ്പോ 4ാമത്തെ ദിവസമാണ്. ഈ 3 ദിവസം രേണു എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? രേണുവിന്റെ കൂടെയുള്ള ഓൺലൈൻ മീഡിയാസുകളിലൂടെ ഇത് എന്തുകൊണ്ട് കവർ ആയില്ല? ഓൺലൈൻ മീഡിയാസിലൂടെ ഇത് എന്തുകൊണ്ട് പുറത്തു വന്നില്ല? കാരണം ഈ ഓൺലൈൻ മീഡിയാസിൽ ചില ആളുകളോട് രേണു പറഞ്ഞെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതും രേണുവിന്റെ സൈഡിലുള്ള മിസ്റ്റേക്ക് ആണ്. അതിനുശേഷം ഈ ഓൺലൈൻ മീഡിയകളുടെ മുമ്പിൽ വന്നിട്ട് ഈ തള അയാളുടെ ഭാര്യ തന്നതാ, അതാണ്ട് ഈ വള അയാളുടെ കൊച്ചച്ഛൻ തന്നേന്നൊക്കെ പറഞ്ഞിട്ടുള്ള താളവും ഇടുന്നുണ്ടായിരുന്നു. ഇയാൾ പറഞ്ഞതോ ഒന്നും ഞാൻ കേട്ടില്ല. ഇയാൾ പറഞ്ഞിട്ടുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഇന്ന സീനൊന്നും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ആൽബം ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി തെറുത്താത്തയുടെ കൊട്ടേഷൻ വിട്ട് എന്നെ എന്തോ കരുതി കൂട്ടി ഇവരെല്ലാം ചതിച്ചിട്ട് തെറുത്താത്ത കിട്ടു കൊടുക്കാൻ വേണ്ടിയുള്ള കൊട്ടേഷൻ. അതായത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയ തെറുത്താത്ത അതുപോലെ ഇപ്പൊ പലരെയും വെച്ചിട്ട് എന്നെ കൊടുക്കാനുള്ള ശ്രമമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കുടുക്കി കളിക്കി. ഇനിയിപ്പോ എല്ലാവരുടെ പടലിക്ക എന്തുണ്ടെങ്കിലും തെറുത്തത്ത് കുടിക്കുന്നതാണ്. മറ്റേ ചിലപ്പോ നമ്മൾ പറയത്തില്ല മുഖ്യമന്ത്രി രാജിവെക്കണം, അതുപോലെ എന്തുണ്ടെങ്കിലും തെറുത്തത്ത് കുടിക്കുന്നതാണ്. ഇനി അതിന് പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇതിപ്പോ തെറുത്തത്തയുടെ ചാനലിലൂടെയാണ് ഇത് പുറത്തു വന്നത്, അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയാക്കാം. അപ്പൊ ക്യാമറമാൻ എന്നോട് വന്നിട്ട് അയാളുടെ പേര് എനിക്കതല്ല, പുറകെ നിന്നുള്ള ആംഗിൾ വെക്കുന്നത്, രേണുവിന്റെ ഫേസ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. അപ്പൊ ഈ കള്ള ബിബിലാൻ എന്ന് പറയുന്ന ഈ കള്ള തേർഡ് റേറ്റ് ഈ കള്ള തേർഡ് റേറ്റിനെ അയാളുടെ സൈഡിൽ നിന്ന് ഒരു ആരോപണം വരുന്നവരെ രേണു എന്തുകൊണ്ട് പുറത്തു പറഞ്ഞില്ല? അതാണ് പ്രശ്നം. രണ്ടാമത്, രേണു ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നോ പറയുന്നുണ്ട്. നോ എന്ന് പറഞ്ഞാൽ ഒന്ന് ലിപ് കിസ് ചെയ്യണമെന്ന് പറഞ്ഞ് രേണു നോ പറഞ്ഞിട്ടുണ്ട്. 2 രേണുവിനെ ഇങ്ങനെ പുള്ളി എടുത്ത് എളുക്കി വെക്കണമെന്ന് പറഞ്ഞു, ഇങ്ങനെ എളിയിൽ വെക്കണമെന്ന് പിള്ളേരെയൊക്കെ എടുക്കുന്ന പോലെ, അത് രേണു നോ പറഞ്ഞു എന്ന് പറയുന്നു. ചില വസ്ത്രങ്ങൾ രേണു ഇടാൻ പറ്റത്തില്ല, രേണു അത് നോ പറഞ്ഞു എന്ന് പറയുന്നു. അതൊക്കെ ഒരു സ്ത്രീയുടെ അവകാശമാണ്. അവർക്കത് നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അത് ഒരു സബ്സ്ക്രിപ്ഷനിൽ പല തേങ്ങയും കാണിക്കും. പക്ഷെ അവർക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല തന്നെയാണ്. നമ്മളത് നിർബന്ധിച്ചില്ല, നീ ഇത് ഇട്ടേ പറ്റൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. സോ അവർ നോ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് എനിക്കവരോട് ഞാൻ യോജിക്കുന്നവരോട്. ഭാര്യ പറയാണ് ഞാൻ എടുത്ത് ഡെമോ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേച്ചി, എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അതും പോരാ ഞാൻ. അപ്പം ദാസേട്ടനും പ്രതീക്ഷയൊക്കെ നിന്നെ ആൽബത്തിൽ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നെ അവരെടുക്കുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത്, എന്നെ ഒന്നും ഇങ്ങനെ എടുക്കുക, അല്ലാതെ ഇങ്ങനെ നമ്മുടെ കാല് കവച്ച് വെച്ച് എനിക്ക് നിങ്ങളുടെ എടുക്കാൻ സമ്മതിച്ചില്ല. കാരണം എനിക്ക് പറ്റുമല്ലോ, ഒരു ആൽബമാണ് സിനിമയാണ്, ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. പറ്റൂല. ആദ്യം ഞാൻ വിധത്വമായിട്ടാണ് പറഞ്ഞു പറ്റൂല ചേട്ടാ പ്ലീസ്, എനിക്ക് പറ്റൂല. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ അയാളെ മദ്യപിച്ച് അവശയായിട്ടുള്ള ഒരു സീനാണ്. ഞാൻ അന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല. ഇവർ ഈ പറയുന്ന ഇവരെന്തെങ്കിലും തെളിവ് കൊണ്ടിട്ട് ഒരു സിഗരറ്റും കഴിച്ചില്ല, മദ്യവും കഴിച്ചില്ല. ഞാൻ ആകെ എന്റെ മീഡിയക്കാരായ സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരോട് എനിക്ക് ഇവരെ ചായ പോലും പച്ച വെള്ളം പോലും ഇവർ തരാതാണ്, ചായ പോലും വൈകുന്നേരം ആയപ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ചായ വേണമെന്ന് പറഞ്ഞു ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ട് ചായ ആ താഴത്തെ കടയിൽ അറിയാം ചായയും പരിപ്പൂടെ മാത്രമാണ് ഞാൻ കഴിച്ചത്. ഓക്കെ, ഇതിനകത്ത് രേണു പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, പച്ച വെള്ളം പോലും തരാതെ ചായ കഴിച്ചു എന്നുള്ളത്. പക്ഷെ രേണുവും അയാളും കൂടി ഇരുന്ന് ഊണ് കഴിക്കുന്ന ഈ വാഴയിലയിൽ ഊണ് കഴിക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സോ രേണു പറഞ്ഞത് കള്ളമാണെന്ന് തോന്നുന്നു. 2, രേണുവിനെ എടുത്ത് ഇങ്ങനെ എളി വെക്കണമെന്ന് പറഞ്ഞു, രേണു സമ്മതിച്ചില്ല എന്ന് പറയുന്നു. 3, പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ പറഞ്ഞു, പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു. ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പുക്കിളില് മുന്തിരിയോ എന്നാണ്ട് വെച്ചിട്ട് കടിച്ചെടുക്കണം. ഇതൊക്കെ രേണു തന്നെ വരുത്തി വെച്ച വിനയാണ്. എന്തായിരുന്നു, എന്റെ വയറ് തമന്നയുടെ വയറ് പോലെ, എന്റെ വയറ് കണ്ടാൽ തമന്നയാണെന്ന് എല്ലാവരും പറയും.
രേണു ഉണ്ടാക്കി വെച്ച സാധനമാണ്. വയറിനെ ഫോക്കസ് ചെയ്ത് പല സാധനങ്ങളും ഇൻസ്റ്റാഗ്രാമിലും സബ്സ്ക്രിപ്ഷനിലും ഒക്കെ വിടുകയും പലയിടത്ത് പോയിട്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇവന്മാരത് യൂസ് ചെയ്യാൻ ശ്രമിച്ചു. രണ്ടാമത്തെ സാധനം, ഈ രേണുവിനോട് ചില പ്രത്യേകതരം വസ്ത്രങ്ങൾ ഇടാൻ അവര് നിർബന്ധിച്ചു എന്ന് പറയുന്ന സാധനങ്ങൾ, അതും രേണു തന്നെയാണ് ഇവിടെയൊക്കെ മടക്കി വെച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലതരത്തിലുള്ള 159 രൂപ സൗജന്യം എന്ന് പറഞ്ഞുകൊണ്ട് സാധനം പബ്ലിഷ് ചെയ്ത് വിട്ടത്. സോ ഇതൊക്കെ കാണുമ്പോഴത്തേനും സമൂഹത്തിൽ നിങ്ങളൊരു മോശം സ്ത്രീയാണെന്നുള്ളത് പല ആൾക്കാരും മുദ്ര കുത്തും. അങ്ങനെ മുദ്ര കുത്തിയതിന്റെ ഭാഗമാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആൽബങ്ങളെല്ലാം അശ്ലീലം നിറഞ്ഞ സാധനങ്ങളായിരുന്നു. സോ അതിന്റെ ലെവൽ എക്സ്ട്രീം ആയിട്ട് കൂടി പൊക്കൊണ്ടിരിക്കണം. ഇതിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാധനം, രണ്ടുപേരുടെ സൈഡിലും തെറ്റുണ്ട്. ഈ മറ്റേ ആൽബം ഡയറക്ട് ചെയ്തല്ലേ പുള്ളിക്കാരനുണ്ടല്ലോ മുടി വളർത്തിയ ജിമ്മൻ, പുള്ളിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് വൈറലാകുക, ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക, ഒന്ന് ഫെമിലിയർ ആകുക. ഇതായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനിയിപ്പോ അങ്ങനെ ആയില്ലെന്നുണ്ടെങ്കിൽ പൂക്കളിലൊരു കടി, വസ്ത്രത്തിലൊരു മറ്റേ ദർശന സുഖം, ഇങ്ങനെ കുറെ സാധനങ്ങളാണെന്ന് പുള്ളി വിചാരിച്ചത്. രേണു അതിനെ എതിർക്കുകയും ഇതിനെതിരെ കുറെ പ്രശ്നങ്ങൾ സംഭവിക്കുകയും ചെയ്തു. പിന്നെ രേണു ഇന്നെ തുറന്നുണ്ട് പുകവലിയില്ലെന്ന്. അപ്പൊ രേണു ശരിക്കും വലിക്കുമായിരുന്നോ? ഇനി മദ്യത്തിന്റെ കാര്യം വരുമ്പോഴത്തേനും അതും നിങ്ങൾ തന്നെ വരുത്തി വെച്ച വിനയാണ്. നിങ്ങളാണ് വന്നിട്ട് മാജിക് മൊമെന്റ്സ് അടിക്കാറുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാജിക് മൊമെന്റ്സ് അടിക്കാറുണ്ട്, ഞാൻ ഇത്തവണ വന്നപ്പോൾ സ്പിർനോഫ് ആണ് കുടിച്ചതെന്നൊക്കെ ഉള്ള പാളങ്ങൾ വിട്ടുകൊണ്ടിരുന്നത്. സോ ഈ നിങ്ങൾക്ക് ഇപ്പൊ വന്ന അലിഗേഷനൊക്കെ നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങൾ തന്നെ വീണാണ്, ഇനി വീഴാൻ പോകുന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ കുറെ നാളുകൾ കൊണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുഴികളിലേക്കൊക്കെ എടുത്ത് ചടിക്കോ, യാതൊരു പ്രശ്നമില്ല, നമുക്ക് ബാക്കിയേക്കാം. മയക്കുമരുന്നും കഴിച്ചിട്ടില്ല. ഞാൻ മദ്യം കഴിക്കുന്നത് ഞാൻ ആകെ ഇതിനു മുമ്പേ, ഈ മദ്യത്തിന് മുമ്പ് ഞാൻ വേറൊരു സാധനം കാണിക്കാം. ഈ സാധനം ഇയാൾ പറയുന്നുണ്ടായിരുന്നു, ദാസേട്ടൻ കോഴിക്കോടിനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ. ഇവര് തമ്മിൽ ഈ ആൽബം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കാം. അപ്പൊ തന്നെ ഈ ഡയറക്ടർ ഒരു ദ്വയാർത്ഥം നിറഞ്ഞൊരു സാധനം അടിക്കുകയും രേണു എൻജോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഇതിന്റെ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ കാണിച്ചു തരാം. എന്ത് വിഷയം കൊടുത്താലും പക്ഷെ നായകനാവാൻ ആളെ തപ്പിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ചെയ്യാൻ ദാസനൊന്നും പോലെ ഇതൊന്നും ചെയ്യാൻ ദാസനെ കൊണ്ട് പോരാ, ദാസന് പറ്റൂല. അതുകൊണ്ടാണോ പിന്നെ നീ ഇതെല്ലാം കൂടെ എടുത്ത് നെഞ്ചത്തോട്ട് വെച്ചത്? കൊള്ളാം, നല്ലതായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ എന്തൊക്കെയോ ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ സാധനം തുടങ്ങിയതാണ് എനിക്ക് മനസ്സിലായത്. എന്റെ വ്യക്തിപരമായ ഒപ്പീനിയൻ കേട്ടോ. ഇനി നമുക്ക് മദ്യക്കുപ്പിയിലേക്ക് പോവാം. മയക്കുമരുന്നും കഴിച്ചിട്ടില്ല. ഞാൻ മദ്യം കഴിക്കുന്നത് ഞാൻ ആകെ കഴിക്കുന്ന വല്ലപ്പോഴുമാണ്. എന്റെ കുടുംബക്കാർ കസിൻസിനോടൊപ്പം വല്ല ക്രിസ്മസിന് കഴിക്കുക, അല്ലെങ്കിൽ ദുബായിൽ വല്ലതും പോകുമ്പോഴത്തേനും ഞാൻ കഴിക്കുന്നതല്ലാതെ എനിക്കിത് മദ്യം കഴിക്കുന്നപ്പോഴാണ് ഞാൻ എന്റെ കുടുംബക്കാരോടൊപ്പവും പിന്നെ ദുബായിലൊക്കെ പോകുമ്പോഴുമാണ് ഞാൻ മദ്യം കഴിക്കുന്നത്. മനസ്സിലായോ? പിടികിട്ടിയുള്ള സംഭവം ആരെ ബോധിപ്പിക്കേണ്ട കാര്യം. പക്ഷെ ഞാൻ അന്നത്തെ ദിവസം മദ്യം കഴിച്ചത്. ഇന്നത്തെ അടുത്ത് ഇവൻ പറഞ്ഞ അടുത്ത സീൻ, ഈ വിപിലാൻ എന്ന് പറഞ്ഞ ഇവൻ പറഞ്ഞ അടുത്ത സീൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മദ്യം കഴിച്ചിട്ട് അഭിനയിച്ചിട്ട് ഇയാളെ പിടിച്ച് ദേഹത്തോട്ട് ചേർത്തിട്ട് ഉമ്മ വെക്കണം, ഇയാളെ ഇങ്ങനെ തലയിലെ മുടി അഴിക്കണം. ഞാൻ ഇത് മറ്റേ സാധന ആ ഒരു സീനാണ്. കെട്ടിപ്പൊടിട്ട ആ സാധനം പുള്ളിക്കാര് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചത്. പറഞ്ഞു നടക്കത്തില്ല ചേട്ടാ. അപ്പോഴും ഈ മീഡിയക്കാര് എന്റെ ഈ സുഹൃത്തുക്കളായിട്ടുള്ള മീഡിയക്കാരെ വെളിയിൽ ഇവരൊന്നും അറിയുന്ന പോലുമില്ല. സീൻ പറഞ്ഞു തരുവാന്ന് ഓർത്തെ. ഇവൻ എന്നിട്ട് ഇവർ ഈ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയത് ഇവൻ തന്നെയാണ്. പ്രമോഷന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയത് ഇവൻ തന്നെയാണ്. മീഡിയക്കാരെ വിളിച്ചു വരുത്തിയത് ഇവൻ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ 2 അലിഗേഷനായി. ഒന്ന്, ഞാൻ മദ്യപിക്കുന്നത് കുടുംബത്തോടൊപ്പവും ദുബായിൽ പോകുമ്പോഴുമാണ്. 2, ഈ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയത് ഈ പറയുന്ന ഡയറക്ടറാണ്. ഓക്കെ, 2 ഈ 2 മറുപടി തരാം. എന്നോട് നമ്പർ വെച്ചപ്പോൾ എനിക്കറിയാവുന്ന 2-3 പേരുടെ നമ്പർ ഞാൻ കൊടുത്തു. ഇവൻ വിളിച്ചു വരുത്തിയത് പ്രമോഷന് വേണ്ടി വിളിച്ചു വരുത്തി ഇവനാണ്. എന്നിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് എനിക്ക് സഹോദരങ്ങളുണ്ട് മീഡിയക്കാർ. ഞാൻ പറഞ്ഞു, ചേട്ടാ അല്ലേടാ ഇന്ന പോലെ പറയുന്ന ആ ഡ്രസ്സ് ഇട്ട് എനിക്ക് ഒട്ടും പറ്റില്ല, കംഫർട്ടബിൾ അല്ലെന്ന് പറഞ്ഞ് ഞാൻ കരയുക. അപ്പൊ എന്നോട് രേണുവിന് കംഫർട്ടബിൾ അല്ലേ രേണു പറ. എന്നിട്ട് ഇവൻ ചെന്നേ പറഞ്ഞത് എന്നോടെല്ലാം പറഞ്ഞു തന്നെ. എന്നോട് അങ്ങനെ ഒരു സീൻ പറഞ്ഞു തന്നെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ ആണ് ഞാൻ അഭിനയിക്കും, കംഫർട്ടബിൾ അല്ലാത്ത ഞാൻ അഭിനയിക്കും. ഇയാൾ ഒരു മദ്യം മീഡിയക്കാരോട് പറഞ്ഞു എന്ന് പറയുന്നത്, മീഡിയക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്തിൽ ഇത്രയും ഒരു പ്രശ്നം നടന്നപ്പോൾ ഈ മീഡിയക്കാർ രംഗത്വാ, ഈ മീഡിയക്കാർ വന്നിട്ട് പറയൂ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായെന്നുള്ളത്. അതായിരിക്കും കുറച്ചും കൂടെ ക്രെഡിബിലിറ്റി ആയിട്ടുള്ള സാധനം. ഇവരുടെ സെറ്റിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പേ നമുക്ക് ഇല്ല സാമാനം ഒന്ന് കണ്ടുനോക്കാം. ഏതാ ആദ്യം നമ്മുടെ മദ്യക്കുപ്പിയിലേക്ക് പോവാം. അപ്പൊ അതായത് മാജിക് മൊമെന്റ് ആണ് കഴിക്കാറുള്ളത്, വല്ലപ്പോഴും കഴിക്കാറുണ്ട്. അപ്പൊ അതിന് ഏറ്റവും നല്ല ടച്ചിങ്സിന് കപ്പ, മീൻകറി അടിക്കാം. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഇമേജ് താറുമാറാക്കുന്നത്. ഇപ്പൊ ഇനി വന്നിട്ട് ഞാൻ മദ്യപിക്കാറില്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ തന്നെയാണ് പലയിടത്ത് പോയിട്ട് മാജിക് മൊമെന്റ്സ് സൂപ്പർ അടിപൊളി കിടക്കാച്ചി എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെയാണ് മാജിക് മൊമെന്റ്സിന് കപ്പ, മീൻ എന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുഴി തോണ്ടുന്നത്. ഇനി എപ്പോഴൊക്കെയാണ് മദ്യം കഴിക്കുന്നത്? കുടുംബത്തോടൊപ്പം ദുബായിലും നമുക്ക് കാണാം. ഈ പ്രാവശ്യം വന്നപ്പോ കൊണ്ടുവന്നില്ല. ഞാൻ പറഞ്ഞില്ല, കുറച്ച് പെട്ടെന്ന് ഒരു വരവല്ലായിരുന്നു. ഞാൻ
അങ്ങനെ ഒരു മൂടൊന്നും ഇല്ല എല്ലാ ദിവസവും വെള്ളം അടിക്കണം അങ്ങനത്തെ ഒരാളല്ല ഞാൻ. എല്ലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ എല്ലാ ദിവസവും മൈൻഡ് ഓക്കെ അല്ലെന്നല്ല, മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ സാധാരണ എല്ലാവരും മൈൻഡ് ഓക്കെ അല്ലെങ്കിലാണ് കഴിക്കാറ്. ഞാൻ മൈൻഡ് ഹാപ്പി ആണെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ. മൈൻഡ് ഓക്കെ ആണെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ. ആദ്യം ഓക്കെ അല്ലെന്ന് പറഞ്ഞു, പിന്നെ ഓക്കെ ആണെന്ന് പറഞ്ഞു, എന്തൊക്കെയോ പുള്ളിക്കാരി പറയുന്നുണ്ട്. ഇനി ഈ ആൽബം ഷൂട്ട് ചെയ്ത സമയത്തെ ഒരു സ്പെഷ്യൽ സംഭവം കാണിച്ചു തരാം. ഇത് നമ്മളില്ല കണ്ട മറ്റേ സീനാ, അതാ മറ്റേ അപ്പുറത്തുപുറത്തൊക്കെ മീഡിയക്കാർ വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇതിനൊക്കെ രേണു ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വീഡിയോയുടെ സമയത്ത് തന്നെ രേണു പറയുന്നുണ്ട്, ഇതുവരെ കണ്ട പോലെയല്ല, ഇച്ചിരി മോഡേൺ ഡ്രസ്സിലാണ് ഞാൻ വരുന്നത്, സൂപ്പർ വീഡിയോ ആയിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ രേണു സംസാരിക്കുന്നുണ്ട്. രേണുവിന് അറിയാം ഇതല്പം മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സാണെന്നുള്ള കേസിൽ. ഇനി ഈ മീഡിയക്കാർക്ക് കുറച്ച് നമ്പേഴ്സ് അയച്ചു കൊടുത്തു, മീഡിയക്കാരുടെ നമ്പർ അയച്ചു കൊടുത്തു എന്ന് പുള്ളിക്കാരി പറയുന്ന ഒരു സാധനം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് പറയുമ്പോഴത്തേനും ഒരു വോയിസ് റെക്കോർഡ് ഉണ്ട്, നിങ്ങൾ അതൊന്ന് കേട്ടോണേ. മെയിൻ ഒരു 3-4 മീഡിയക്കാർ നമ്പർ ഞാൻ ഇതിനകത്തോളാം, ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. അവരെ ആരാണ് കോൺടാക്ട് ചെയ്യണവരെ കോൺടാക്ട് ചെയ്യണം. ഒരു 3-4 മെയിൻ മീഡിയക്കാരുടെ നമ്പർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഒന്ന് കോണ്ടാക്ട് ചെയ്തോണേ അവരെ എന്നാണ് പറയുന്നത്. രേണു അങ്ങോട്ടാണ് പറയുന്നത്, ഞാൻ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യൂ, അവരെ ഇത് ഇങ്ങോട്ട് വിളിക്കൂന്ന് രേണു പറയുന്നത് പോലെയാണ് ഇത് ഫീൽ ചെയ്യുന്നത്. എനിക്ക് കേട്ടപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇനി എന്താണ് അതിനകത്തെ ശരിയായിട്ടുള്ള സാധനം എന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രേണു പറഞ്ഞു വരുത്തിയവരാണ്. കാരണം രേണുവിന്റെ ഏത് ആൽബം നടക്കുമ്പോഴും അവിടെ ഈ മീഡിയക്കാർ ചുറ്റും കൂടിയെന്ന് രേണുവിനെ ചിത്രീകരിക്കുകയും ഈ സാധനങ്ങളൊക്കെ ഈ ഇതിനകത്ത് വരുന്നത് നമ്മൾ പുറത്തോട്ട് പോവുകയും ചെയ്തു. ഇനി വയറ്റി മുന്തിരി വെച്ച് കടിക്കുന്ന കേസ് ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്ത എന്തോ കള്ളൂപ്പിയും കഞ്ചവടിയോ എന്തോ ഒരു ആൽബം ഉണ്ടല്ലോ, ആ ആൽബത്തിനകത്ത് നിങ്ങൾ ഒരു എക്സ്ക്ലൂസീവ് രേണുവിന്റെ എക്സ്ക്ലൂസീവ് ബെഡ്റൂം രംഗങ്ങൾ പുറത്തുനിന്ന് പറഞ്ഞിട്ട് സാധനം ഷൂട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ അന്നേരത്തെ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പലതും ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് അഴുക്ക ഇമേജ് ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത്. ആദ്യം നിങ്ങൾ അത്രയും ചെയ്തെങ്കിൽ ഇനി അടുത്തൊരു വീഡിയോ വരുമ്പോഴത്തേനും അതിന്റെ മുകളിലായിരിക്കും അവർ ആവശ്യപ്പെടുന്നത്. കാരണം അത്രയും അവിടെ ആയല്ലോ. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. അതൊരിക്കലും ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതെല്ലാം രേണു തന്നെ ക്രിയേറ്റ് ചെയ്ത ഇമേജിൽ സംഭവിച്ചാണ്. നമുക്ക് ബാക്കി ഇയാൾ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. ഇയാൾ ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല, വേണമെങ്കിൽ ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. ഇയാളുടെ വൈഫ് നിന്ന് നിർബന്ധിക്കുകയാണ്, ലിപ് ലോക്ക് ചെയ്യ്, എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന്. ഇവരുടെ ഉദ്ദേശം ഇപ്പൊ മനസ്സിലായി. തീർത്താത്തെന്ന് പറഞ്ഞ വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീക്ക് എന്റെ വീഡിയോസ് എടുത്ത് പല പോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ അതിന് കിട്ടത്തില്ലെന്ന് ഞാൻ അതിനകത്ത് ഇനി എന്തിനാ ആ സൈറ്റിലൊക്കെ വരുന്നത്, നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് കണ്ടാൽ പോരെ. ഓക്കെ, ഇതിനകത്ത് രേണു പറയുന്നു ലിപ് കിസിന്റെ കേസ് ലാസ്റ്റ് ആണ് പറഞ്ഞത്. രേണു അപ്പൊ തന്നെ ഇത് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന ആൾ ഉൾപ്പെടെ ഏതാ നമ്മുടെ ഈ സിംഗിടി ഉണ്ടല്ലോ, ഇയാളെ വൈഫ് ഉൾപ്പെടെ പറഞ്ഞു, സിംഗിടി അല്ലല്ല നമ്മുടെ ഈ ഡയറക്ടർ, അയാളുടെ വൈഫ് ഉൾപ്പെടെ പറഞ്ഞു ഒരു ലിപ് കിസ് അങ്ങ് കൂട്ടി കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്ന് കണ്ടുകൊള്ളാം, എനിക്ക് പ്രശ്നമില്ല, കൊടുത്തു എന്ന് പറഞ്ഞു എന്നാ പറയുന്നത്. ഓക്കെ, ഷെഫീന ബീവി അവരുടെ ചാനലിൽ തന്നെ മറ്റൊരു സാധനം കൂടെ രേണു അവിടെ അടിച്ച് അലമ്പാക്കി എന്ന് പറയുന്ന സാധനം കൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെള്ളമാണെന്നുള്ള കേസ് നിങ്ങൾ വിട്, അതിൽ പറയുന്ന വോയിസുകൾ കേട്ടോണേ. ഓക്കെ, ലിപ് കിസിന്റെ കാര്യം രേണു വിസമ്മതിച്ചിട്ടുണ്ട്. രേണു അത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് ഇവരത് ഓൾറെഡി വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നാണ് ഇവര് പറയുന്നത്. നമ്മളത് ഓൾറെഡി വോയിസ് മെസ്സേജ് അയച്ച് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നു. രേണുവിന്റെ സൈഡിൽ എന്തുവാ, രേണു ആ മെസ്സേജ് കേട്ടില്ല, പക്ഷെ ലൈക്ക് അടിച്ചു. അത് രേണുവിന്റെ തെറ്റാണ്. രേണു അങ്ങനെ ലൈക്ക് അടിക്കാൻ പാടില്ല. സോ അവിടെ വന്നപ്പോഴാണ് ഒരു ലിപ് ലോക്ക് ഉണ്ടെന്നുള്ള കാര്യം രേണു തിരിച്ചറിയുന്നത്. പക്ഷെ ഇവർ ഓൾറെഡി ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, രേണു തിരിച്ചറിയുന്നതാണ്. സോ ഈ ലിപ് ലോക്കിന്റെ വിഷയം കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലായി. ഇയാൾ ഓൾറെഡി ലിപ് ലോക്ക് ഉണ്ടെന്ന് അവരോട് കൺവേ ചെയ്തിട്ടുണ്ട്, അവരത് എഗ്രി ചെയ്തിട്ടുണ്ട് ലൈക്ക് അടിച്ച്. ശേഷം സെറ്റിൽ വന്നപ്പോൾ ഇവരിത് റിജക്ട് ചെയ്തു. അപ്പൊ ഇവർ ഓൾറെഡി സമ്മതിച്ചിട്ടുണ്ട് ഈ പരിപാടിയൊക്കെ ചെയ്ത് ചെയ്യണമെന്നൊക്കെ അവരുടെ ഇഷ്ടമാണ്. ഡ്രസ്സിന്റെ കേസ് ഞാൻ കേട്ടില്ല, കേട്ടാലും അങ്ങനെ വിളിച്ച് പറയണത്. ഈ ഡ്രസ് എല്ലാം അവിടെ കൊണ്ട് തരാന്നാണ്, വീട്ടിൽ കൊണ്ട് തരാന്നാ പറഞ്ഞത്. അത് തന്നോ? ഇല്ല, ഇവിടെ വന്നപ്പോഴല്ലേ പാർട്ടിയിൽ ഞാൻ പാർട്ടിയിൽ നാട്ടിലൊക്കെ കംഫർട്ടബിൾ ആണ്. ഇവിടെ വന്നപ്പോഴാണോ സീൻ പറഞ്ഞ ചേട്ടൻ? ഇപ്പോഴാണോ സീൻ പറഞ്ഞത്? ഇപ്പോഴാണോ? ഡ്രസ്സിന്റെ കേസ് ഞാൻ രേണുവിന്റെ സൈഡിലെ ന്യായം എന്ന് പറയാനുള്ള മറ്റു കാരണം ഇതാണ്. രേണു ഓൾറെഡി ഈ ഡ്രസ്സ് വീട്ടിലോട്ട് അയച്ചു തരണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റാസൽ കൈമയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഈ ഡ്രസ്സ് വീട്ടിലോട്ട് അയച്ചു തരണം, അതെനിക്ക് കണ്ടിട്ട് ഞാൻ കംഫർട്ടബിൾ ആണ് ചെയ്യും, എനിക്ക് അതെല്ലാം ഷേപ്പ് ചെയ്യണമെന്നാണ് രേണു പറഞ്ഞതെന്നാണ് രേണു പറയുന്നത്. പക്ഷേ ഇവരത് അയച്ചു കൊടുത്തിട്ടില്ല. സെറ്റിൽ വന്നതിന് ശേഷമാണ് രേണു ഈ ഡ്രസ്സെല്ലാം കൈമാറുന്നത്.
സോ രേണു അതും ഇടാൻ വിസമ്മതിച്ചു. അതും ഒരു സ്ത്രീയുടെ ബേസിക് റൈറ്റ് ആണ്, അങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ അത് ഈ പ്രൊഡക്ഷൻ ടീമിന്റെ സൈഡിൽ നിന്ന് വന്ന തെറ്റാണ്. ഇപ്പൊ 1-1 സമാസമായി കേട്ടോ. എനിക്ക് പറ്റത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഷോപ്പ് പറയും. ഓക്കെ, ഇത്ര മീഡിയക്കാരെന്ന് പറയുമ്പോൾ അവിടെ മീഡിയക്കാരുണ്ട്, പുള്ളിക്കാരി അത് പറ്റൂല അത് വീണ്ടും പറയുന്നുണ്ട്. ഇനി ഈ ഡ്രസ്സിന്റെ കേസ് രേണു പറയുന്നത്, രേണുവിന്റെ ഒരു വോയിസ് മെസ്സേജ് ഞാൻ കേൾപ്പിച്ചുതരാം. സീനുണ്ട്, അപ്പോ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യാവോ? കാരണം ഞാൻ ബിക്കിനി ഇടത്തില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് ബിക്കിനി തന്നെയാണ്, ബിക്കിനിയുടെ വേറൊരു വേർഷനാണ്. അപ്പൊ ഞാൻ ഇതിടാനുള്ള ഒരു ഇതില്ല. കേട്ടല്ലോ ഇതൊന്നും സജീനെ അത് പൊട്ടെ. അപ്പൊ ബിക്കിനിയാണ് പുള്ളിക്കാരി അത് ഇടില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാൾ ന്യായീകരിക്കുന്നുണ്ട് ഇത് ബിക്കിനി അല്ല, ബിക്കിനി പോലത്തെ ഒരു ഡ്രസ്സാണ്. ഇനി ഇവരുടെ ഒരു ചാറ്റ് കൂടെ ഞാൻ കാണിച്ചു തരാം. ഇയാൾ ഓൾറെഡി രേണുവിന് ഇന്ന വസ്ത്രങ്ങളാണ് ഇടേണ്ടതെന്നുള്ളത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇതൊക്കെ സെറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. നേരത്തെ കിട്ടു അല്ലേ? ഷെയ്പ്പ് ചെയ്യാൻ ഷെയ്പ്പ് ചെയ്യാൻ പറ്റൂ, നേരത്തെ കിട്ടിയാലേ ഷെയ്പ്പ് ചെയ്യാൻ പറ്റൂ എന്ന് രേണു പറയുന്നുണ്ട്. ഹീൽ സൈസ് 36 ആണെന്ന് പറയുന്നുണ്ട്. ആ 36 ഹീൽ സൈസ് ഉള്ള 546 രൂപയുടെ ചെരുപ്പാണ് രേണു വന്ന് 35,000 രൂപയുടെ ചെരുപ്പ്. മിനിമം രേണു ഇത്രയെങ്കിലും ഇടണ്ടേ എന്നൊക്കെ ഉള്ള സാമാനങ്ങൾ തള്ളി അടിച്ചു വിട്ടിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ബാക്ക് ടു രേണുവിന് പറയാനുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അതായത് ഈ കള്ളി താത്തയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ലാസ്റ്റത്തെ ഒരു വീഡിയോ ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല, മയക്കുമരുന്ന് എനിക്ക് എന്റെ ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷം ഇട്ട് അവൻ എന്നെ കവച്ചെടുക്കണം, അതിന്റെ ഉമ്മ വെക്കണമെന്നുള്ള സീൻ ഞാൻ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറ്റകൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. പിന്നെ എനിക്ക് തന്ന 5,000 രൂപ അഡ്വാൻസ്, 30,000 ഒന്നുമല്ല ഇവൻ പറഞ്ഞ 5,000 രൂപ അഡ്വാൻസ്, അത് ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ലെന്ന് വെച്ച് വേറൊന്നുമല്ല. അതങ്ങനെ വേണം, അത് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പാടില്ല. ഇന്ന് വരെ നമുക്ക് ഒരുത്തം പൈസ തന്ന തിരിച്ചു കൊടുത്ത ചരിത്രം നമുക്കില്ല, മനസ്സിലായോ? ആ പൈസ തിരിച്ചു കൊടുക്കരുത്, ഒരിക്കലും കൊടുക്കരുത്. നമ്മൾ ഏതൊരു വീട്ടിൽ താമസിച്ചായിരുന്നല്ലോ, അയാളുടെ വാടക ഇതുവരെ സെറ്റിൽ ചെയ്തിട്ടില്ലോ, കൊടുക്കരുത്. അതും കൊടുക്കരുത്. ഫിറോസിക്കയുടെ പണിഞ്ഞ വീടിന്റെ കൊടുക്കരുത്, ബിഷപ്പിന്റെ സ്ഥലത്തിന്റെ കൊടുക്കരുത്, ഒന്നും കൊടുക്കില്ല. ഒരാൾക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, ഒന്നും കൊടുക്കില്ല. ഇങ്ങോട്ട് കിട്ടാവുള്ള എല്ലാം മേടിച്ചോളും കേട്ടോ. എന്റെ രാവിലെ തൊട്ടുള്ള ആ ഒരു വലിയ വേറെ പ്രോജക്ട് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതിന് ഞാൻ പോകുന്നത്. രാവിലെ നിങ്ങൾ എന്തിനാ മറ്റേ വലിയ പ്രോജക്ട് മാറ്റി വെച്ചതിന് പോയാൽ പോകുന്നത്? നിങ്ങൾക്ക് വലിയ പ്രോജക്ട് എടുത്തുകൂടായിരുന്നു? അതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്ത ഓപ്ഷൻസ് ആണ്. സോ മാന്യമായിട്ട് അയാളുടെ പൈസ തിരിച്ചു കൊടുത്ത് സെറ്റിൽ ചെയ്യുക. നിങ്ങളത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുന്നില്ലെങ്കിൽ സെറ്റിൽ ചെയ്യില്ല, അയാളോട് സംസാരിക്കുക. ഈ പേയ്മെന്റ് എനിക്ക് വേണം, ഇത്ര എഫേർട്ട് ഇട്ടാന്ന് ഇതാക്കുക. അല്ലാതെ ഞാൻ ഇനി തരത്തില്ല എന്ന് പറയുമ്പോൾ അത് സീനാട്ടോ. കാശിന് 1,500 രൂപ മുടക്കി ഞാനാണ് 1,500 രൂപ മുടക്കി ഞാനാണ് സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്ത് അവിടെ പോയതും തിരിച്ചു വന്നതും. ഞാൻ അപ്പൊ പുള്ളിക്കാരിക്ക് എക്സ്പെൻസ് ഉണ്ട്, അതുകൊണ്ട് പൈസ കൊടുക്കൂല. അതും എനിക്ക് ന്യായമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. പക്ഷെ അത് അയാളോട് കൺവേ ചെയ്യായിരുന്നു. ബാക്കിയൊക്കെ ഈ തെർത്താത്ത ഇവർക്ക് എന്തിന്റെ സോക്കേടാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവരിങ്ങനെ എന്നെ നിരന്തര ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെന്നെ. നിങ്ങൾ അവരെ തിരിച്ചും ചൊറിഞ്ഞിരിക്കോ? അങ്ങോട്ടൊന്നും കൊടുത്ത് ഇങ്ങോട്ടൊന്നും കൊടുത്ത് ഇനി പിന്നെ അവരുടെ പടലിൽ കൂട്ടി കയറിട്ടെന്ത കാര്യം? ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കണ്ടേ? 1-1 എന്നുള്ള മത്സരത്തിൽ ഇത് പൊക്കോണ്ടിരിക്കില്ലേ? നിങ്ങൾ അങ്ങോട്ട് എടി തെറുത്താത്തെ നിനക്കൊന്നും എന്നെ പ്രൊവോക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവര് പ്രൊവോക്ക് ചെയ്തു, ഇപ്പൊ പ്രൊവോക്ക് ആയില്ലേ? അത്ര ഉള്ളു പരിപാടി. ഇവര് കാരണം ഞാൻ മിക്കവാറും എനിക്കറിയില്ല എന്താ ചെയ്യണത്. ഇവര് എന്റെ കഞ്ഞുകൂടി വരെ മുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടാകുന്നത്. ഇവരെ എന്നെ അവിടെ വെച്ച് ഞാൻ പറയട്ടെ, ഇവരിപ്പോ ഈ പറഞ്ഞ 8 മീഡിയക്കാർ ഇയാൾ ഈ വിപിൻ എന്ന് പറയും തെണ്ടി വിളിച്ചിട്ടാണ് അവർ വന്നത്. ഇവര് വന്നില്ലാന്ന് ഇവരെന്നെ അവിടെ കൊന്ന് കുഴിച്ചു മൂടിയാനെന്ന് ഇപ്പൊ എനിക്ക് സംശയമുണ്ട്, പേടിയുണ്ട്. സത്യം ഇവരല്ലേ എന്നെ എന്തെങ്കിലും ചെയ്തത്? സത്യസന്ധമായിട്ട് പറയാം. കാര്യം ഞാനടക്കമുള്ള ആൾക്കാർക്ക് ലൊക്കേഷൻ അടക്കം ഡേറ്റ് അടക്കം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവൻ മോനെ നീ അടക്കമുള്ള ആൾക്കാർക്ക് ലൊക്കേഷൻ എഴുതാൻ ഡേറ്റ് സഹിതം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിന്റെയൊക്കെ നമ്പർ കൊടുത്തത് രേണുവാണ്. രേണു ഇതിനകത്ത് പറയുന്ന വോയിസ് ഉണ്ട്, ഇന്ന ആൾക്കാരെ വിളിക്കണം, ഇത് ഞാൻ കുറച്ച് മീഡിയക്കാരുടെ നമ്പർ അയച്ചു തരുന്നുണ്ട്. സോ ഇതിനകത്തൊക്കെ സത്യം ഉണ്ടെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. കേട്ടപ്പോ എനിക്ക് മനസ്സിലാവുന്നത് 2 എണ്ണത്തിന്റെയും കയ്യിൽ തെറ്റുണ്ട്, 2 എണ്ണത്തിന്റെയും കയ്യിൽ അവരുടേതായ ചില ന്യായീകരണങ്ങളുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് കേട്ടോ. വിളിച്ച മീഡിയക്കാര് തന്നെയാണ് രേണുവിനെ അവസാനമായിട്ട് രക്ഷകരായിട്ട് എത്തിയത്. സത്യമായിട്ട് അല്ലെങ്കിൽ എന്നെ അവർ കൊന്നേനെ, അവിടെ ഒന്നെങ്കിൽ കൊന്നേനെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നെ ചെയ്തേനെ. പിന്നെ ഒരു പാവം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി എന്ത് ചെയ്യാൻ? ചേച്ചി നിന്ന് അയാൾ സീൻ പറയുമ്പോൾ ആ ചേച്ചി എന്റെ കൂടെ അടുത്തുണ്ട്. ചേച്ചി കണ്ണും കൊണ്ട് ഇങ്ങനെ നിറയും, ചെയ്യല്ലേ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. അവൻ സീൻ പറയാം, പച്ചയ്ക്ക് പറയാം. നമ്മുടെ ചേട്ടൻ ഇപ്പോഴല്ലേ ഈ സീൻ പറയുന്നത്? നടക്കത്തില്ലെന്ന് മുന്തിരി പുക്കിളി വെച്ചിട്ട് അവൻ കടിച്ചെടുക്കുക. ഇതൊക്കെ എവിടുത്തെ ന്യായമാണ്? ഇവന്റെ ഭാര്യയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഞാൻ പറഞ്ഞു, അത്ര ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ എന്നിട്ട് പോലും മാന്യമായിട്ടാണ് ലാസ്റ്റ് എനിക്ക് സഹി കെച്ചിട്ടാണ് ഞാൻ അത്ര ബഹളം വെച്ചത്. ആ വ്യക്തമായിട്ട് ആ വീഡിയോക്കകത്ത് അവൻ അയച്ച വീഡിയോക്കകത്തുണ്ട്. ഒന്ന്, രേണുവിന്റെ ചുറ്റി ഈ മീഡിയക്കാരുണ്ട്, അവരുള്ളതുകൊണ്ട് മാത്രമാണ് രേണു രക്ഷപ്പെട്ടത്. രേണു അത്രയധികം അനുഭവിച്ച് അവിടെ ഈ മീഡിയക്കാർ ചേട്ടന്മാരാണ് ഉരുക്കൊണ്ടുവന്നത്, അല്ലെ അവരെന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ.
ഈ 4 ദിവസം രേണു എവിടെ ആയിരുന്നു? രേണു എന്തുകൊണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ മുമ്പിലോ തുറന്നു പറഞ്ഞില്ല? അല്ലെങ്കിൽ രേണു തുമ്മുന്നതിന് മുമ്പ് ഇങ്ങനെ രേണു തുമ്മുന്ന വീഡിയോ എടുക്കുന്നവന്മാർ എന്തുകൊണ്ട് ഈ സാധനം പുറത്തേക്ക് പബ്ലിഷ് ചെയ്തില്ല എന്നൊരു ചോദ്യം കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇനി രേണുവിന്റെ സ്വർണ്ണക്കടത്തും അത് നമുക്ക് കേൾക്കാം. അതാണല്ലോ ആദ്യം മുതലേ ഉണ്ടായിരുന്ന ഒരു അലിഗേഷൻ. ഇപ്പോഴാണ് ഞാനൊരു വോയിസ് കേട്ടെ, ഈ ഷെഫീന തീർത്താത്തയുടെ. ഞാൻ ആ ഡയറക്ടറിന്റെ, അതായത് ഇപ്പൊ പ്രശ്നം നടക്കുന്ന ഡയറക്ടറിന്റെ, ഈ ആൽബം ഡയറക്ടറിന്റെ വൈഫിന്റെ ആഭരണം അടിച്ചോണ്ട് വന്നത് എനിക്ക് ചിരിയാണ് വരുന്നത്. ഒരു മനുഷ്യന്റെ സോഡാ കുപ്പി പോലും ഞാൻ കട്ടെടുത്തിട്ടില്ല. എനിക്ക് ഒരുപാട് സോഡാ കുപ്പി പോലും കട്ടെടുത്തിട്ടില്ല. ഉറപ്പിക്കാലോ അല്ലേ? പണം കോടീശ്വരിമാരായിട്ടുള്ള പണക്കാരികളായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ പണ്ടും. അവരുടെ വീട്ടിൽ പോകുമ്പോൾ അവരെന്നോട് വിശ്വസിച്ച് കയറ്റാൻ പറ്റുന്ന ഒരാൾ രേണുവാന്നാണ് പണ്ടും എന്നോട് പറഞ്ഞത്. ആരുടെ ഒരു സോഡാ കുപ്പിയോ ഒരു മുട്ടായി കവർ പോലും ഞാൻ ആരുടെ അടിച്ചു പറ്റില്ല. ഇവർ ഈ പറയുന്ന ആഭരണം, ഈ മുട്ടായി കവറും സോഡാ കുപ്പി കല്ലിൽ നമുക്ക് വേണ്ട. അതിനകത്തുള്ള മുട്ടായോ അതിനകത്തുള്ള സോഡയോ ആണെങ്കിൽ പിന്നെ നമുക്കൊരു കൈ നോക്കരുത് അല്ലേ രേണു? ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അഭിനയിക്കാൻ ഞാൻ ഓർണമെന്റ്സ് കൊണ്ടുപോയില്ലായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത് ഈ മോഡേൺ ഡ്രസ്സിന് വേണ്ടുന്ന ഓർണമെന്റ്സ്, അതായത് ഈ നമ്മൾ ഫാൻസി ഷോപ്പിൽ കിട്ടത്തില്ല 40, 20, 30 രൂപയുടെ ഒക്കെ കമ്മലുകളില്ലേ, അത് അവരെടുത്ത് 2-3 കമ്മലെടുത്ത് എന്റെ കൈ തന്നിട്ട് പറഞ്ഞു ഇത് ഇടോ രേണുന്ന് പറഞ്ഞു. അത് എന്റെ ബാഗിനകത്തായിപ്പോ എന്റെ വില കൂടിയ 4-5 ഷൂസും ചെരുപ്പും എല്ലാം അവിടെ ആയിപ്പോയി, അവരുടെ വീട്ടിൽ പോയി. അത് അവർ അടിച്ചു മാറ്റി വെച്ചേക്കുമല്ലോ, എനിക്ക് അങ്ങനെ പറയാലോ. ഓക്കെ, രേണുവിന്റെ 4-5 വില കൂടിയ ഷൂകൾ. അപ്പൊ രേണു സുധി ഇടുമ്പോ മിനിമം 35,000 രൂപയുടെ ഷൂ ചെരുപ്പെങ്കിലും ഇടണ്ടെന്ന് ചോദിച്ചാൽ അപ്പൊ രേണുവിന്റെ 35,000 × 4 അത്രയും ഷൂക്കൾ അവിടെ ഉണ്ട്. അതിന് പകരം അവരുടെ നിന്ന് രേണു വളരെ തുച്ഛമായ വിലയുടെ 2-3 കമ്മൽ അടിച്ചുകൊണ്ട് വന്നു. ഇനി രേണുവിന്റെ കാലിലെ തളയുടെ കേസ് നമുക്ക് നോക്കാം. ഡയറക്ടറിന്റെ വൈഫ് തന്നതാ. ഡയറക്ടറിന്റെ വൈഫ് തന്നു. ഡയറക്ടറിന്റെ വൈഫ് തന്ന് വീണ്ടും രേണു അത് മാറ്റിയും തിരിച്ചും തന്നെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്തെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞത്. ഇത് മൊത്തം കണ്ട് അനലൈസ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 2 പേരുടെ കയ്യിൽ തെറ്റുണ്ട്. ഈ പുള്ളിക്കാരൻ ചിന്തിച്ചത് ലവളെ വിളിക്കുക, 2-3 അഗ്ലി സീൻസ് എടുക്കുക, ഒന്നുകിൽ കിട്ടിയ ഒരു ദർശന സുഖം സ്പർശന സുഖം സംഭവം വൈറലാക്കുക. കിട്ടിയില്ല, സോ അവൻ വീണ്ടും അത് വൈറലാക്കാൻ തീരുമാനിച്ചു. അവൻ ലൈംലൈറ്റ് വന്നു, വൈറലായി. ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം പുള്ളിക്കാരൻ ഓൾറെഡി ഈ ഇച്ചിരി സെസ്കി ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടണമെന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തിട്ടുണ്ട്. സജീന ബ്ലോഗ്, സജീനയുടെ ചാനലിനകത്ത് അവൻ മറ്റേ ബിക്കിനി അയച്ചു കൊടുത്തേണ്ട വീഡിയോ, ഫോട്ടോസും ബിക്കിനിയുടെ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. സോ പുള്ളിക്കാരൻ്റെ ഒരു കുൽസിതം അതിനകത്ത് ഉദ്ദേശിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായത്. രേണുവിന്റെ സൈഡിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രേണു ഇത് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. രേണു ഒരു പ്രശ്നം വന്നപ്പോഴാണ് കൂടുതൽ അലിഗേഷൻ അങ്ങോട്ട് ഇടുന്നത്. ഇതിനെതിരെ രേണുവിന് കേസും കാര്യങ്ങളും കൂട്ടങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നു. രേണു അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ രേണു കുറെ കാര്യങ്ങളൊക്കെ അങ്ങ് കണ്ണടച്ചുകൊണ്ട് തോന്നുന്നു. ഈ സാധനം ഓൾറെഡി ലിപ് ലോക്ക് ഉണ്ടെന്നൊക്കെ ഇവൻ പറഞ്ഞത് കേൾക്കാതെ ലൈക്ക് അടിച്ച് ഇതൊക്കെയാണ് സംഭവിച്ചത്. അതിൽ കൊള്ളാം, രേണുവിന്റെ പതനം തുടങ്ങിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിൽ ബിൽഡ് ചെയ്തുകൊണ്ടൊരു നിങ്ങളുടെ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ, അതിന്റെയൊക്കെ എന്നെ ഈ കാണുന്നത്. ഇത് നിങ്ങൾക്ക് വരുന്ന വർക്കൊക്കെ ഇങ്ങനെ ആയിരിക്കും. ഒന്നും പേടിക്കാനില്ല. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.